നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ആ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഹലോ ഫ്രണ്ട്സ്, ട്രൂ മാർക്കറ്റിംഗ് സമയത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അഭിജിത്ത്. ചില പ്രത്യേക സാഹചര്യത്തിനാൽ വീഡിയോ ഇടാൻ സാധിച്ചില്ല. അപ്പോൾ നമുക്ക് നേരെ പുതിയ വീട്ടിലേക്ക് കടക്കാം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഇന്ത്യയുടെ ബ്രാൻഡായ ലാവയുടെ ഭാഗത്തുമുള്ള ഏറ്റവും പുതിയ ഫോണിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം. ലാവയുടെ ഭാഗത്തുമുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയ മൊബൈൽ ഫോണാണ് ലാവ അഗ്നി. ഫോണിന്റെ ഡിസ്പ്ലേയുടെ ഭാഗത്തുമാണെങ്കിൽ 6.7 ഇഞ്ച് ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 19 ഇഞ്ചിന്റെ റിഫ്രഷ് റേറ്റും കൂടി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 6.78 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ ഈ ഫോൺ ഏറ്റവും വലിയ ഫോണാണെന്ന് പറയാം. ഫോണിന്റെ ക്യാമറയുടെ ഭാഗത്തുമാണെങ്കിൽ പിറകിൽ നോക്കിയാൽ ക്വാഡ് ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. 64 മെഗാ പിക്സൽ മെയിൻ ക്യാമറ, 5 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ക്യാമറ, അതുപോലെ തന്നെ 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസർ, അതുപോലെ തന്നെ 2 മെഗാ പിക്സൽ മൈക്രോ സെൻസർ കൊടുത്തിരിക്കുന്നു. പിറകിലെ LED ഫ്ലാഷ് ലൈറ്റ് വന്നിരിക്കുന്നത് ഡ്യുവൽ മോഡാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ സെൽഫി വന്നിരിക്കുന്നത് 16 മെഗാ പിക്സലാണ്. അതും പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ പെർഫോമൻസ് എന്ന് നോക്കിയാൽ മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 810 എന്ന 5G ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബ്രാൻഡായ ലാവയുടെ ഭാഗത്തുള്ള ആദ്യത്തെ 5G ഫോണാണ് ലാവ അഗ്നി. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ലെവലിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ മൊബൈൽ പ്രവർത്തിക്കുന്നത്. ഫോണിന്റെ OS വന്നിരിക്കുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. അതുകൊണ്ട് തന്നെ ക്ലിയർ UI ആണെന്ന് പറയാം. ഫോണിന്റെ റാം ടൈപ്പ് വന്നിരിക്കുന്നത് LPDDR4X റാം ആണ്. അതുപോലെ തന്നെ സ്റ്റോറേജ് വന്നിരിക്കുന്നത് UFS 2.2 ആണ്. അതുപോലെ തന്നെ മറ്റ് ഫീച്ചേഴ്സ് ആയ വൈഫൈ കോളിംഗ്, ഡ്യുവൽ വോൾട്ടേജ് സപ്പോർട്ട്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വേർഷൻ 5.2 ആണ് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ ബോഡി വന്നിരിക്കുന്നത് പോളികാർബണേറ്റ് ആണ്. മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടാൽ ഗ്ലാസ് ബോഡി ആണെന്ന് തോന്നും. അതുപോലെ തന്നെ ഇടതുവശത്ത് നോക്കിയാൽ വോളിയോ റോക്കേഴ്സും സിം ട്രെയും കാണാം. സിം വന്നിരിക്കുന്നത് ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്. അതായത് 2 സിം അല്ലെങ്കിൽ ഒരു സിം ഒരു മെമ്മറി കാർഡും ഉപയോഗിക്കാവുന്നതാണ്. ഫോണിന്റെ മുകൾ വശത്ത് നോക്കിയാൽ വോയിസ് നോയ്സ് ക്യാൻസലേഷൻ കാണാം. ഫോണിന്റെ താഴെ നോക്കിയാൽ 3.5mm ഓഡിയോ ജാക്കറ്റ്, അതുപോലെ തന്നെ മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് C പോർട്ട്, സ്പീക്കർ ഗിൽ കാണാം. സ്പീക്കർ വന്നിരിക്കുന്നത് മോണോ സ്പീക്കറാണ്. ഫോണിന്റെ ബാറ്ററിയുടെ ഭാഗമാണെങ്കിൽ 5000 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ചാർജിംഗ് ആയി 30 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഫോണിന്റെ ബോക്സ് തന്നെ കൊടുത്തിരിക്കുന്നു. ഫോണിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് 204 ഗ്രാമാണ്. ഈ മൊബൈൽ നമുക്ക് ഒറ്റ വെയിറ്റ് ലഭ്യമാണ്. 8GB റാം, 128GB സ്റ്റോറേജ്. ഈ മൊബൈൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതാണ്.